നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. 2024 യൂറോ കപ്പിന്റെ വർഷമാണ്. 5 മാസങ്ങൾക്കപ്പുറം ജർമ്മനിയിലെ യൂറോ കപ്പ് നടക്കുകയാണ്. പോർച്ചുഗൽ മികച്ച രൂപത്തിലാണ് അതിന് ക്വാളിഫിക്കേഷൻ നേടിയത്. ഒറ്റ കളി പോലും തോൽക്കാതെ ജർമ്മനിയിലേക്ക് ടിക്കറ്റ് എടുത്തിട്ടുണ്ട് പോർച്ചുഗൽ. ഇപ്പോ ക്രിസ്ത്യാനോ റൊണാൾഡോയോട്, പോർച്ചുഗലിന്റെ നായകനോട് ചോദിക്കുന്നു, ഇത്തവണത്തെ യൂറോ കപ്പിൽ പോർച്ചുഗല് ഫേവറിറ്റ്സ് ആണോ എന്ന്. കാൻഡിഡേറ്റ്സ് ഓർ ഫേവറിറ്റ്സ്, എങ്ങനെയാണ് നിങ്ങൾ പോർച്ചുഗലിനെ കാണുന്നത് എന്ന് CR7 ചോദിക്കുന്നു. റെക്കോർഡ് അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ പുറത്തുവിട്ടിട്ടുണ്ട്. ഏറ്റവും പുതിയ ഇന്റർവ്യൂവിൽ ക്രിസ്ത്യാനോ പറയുന്നു, എന്നെ സംബന്ധിച്ചിടത്തോളം കാൻഡിഡേറ്റ് അല്ലെങ്കിൽ ഫേവറിറ്റ് ആവുക എന്നുള്ളത് നിങ്ങൾ എന്ത് കരുതുന്നുവോ അതുപോലെ തന്നെയാണ് ഞാനും കാണുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ടീമിനൊരു പൊട്ടൻഷ്യൽ ഉണ്ട്. യൂറോപ്യൻ ചാമ്പ്യൻഷിപ്പ് നേടാനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട്. അത് നമ്മൾ കണക്കിലെടുക്കുകയാണ് വേണ്ടത്. ഇപ്പൊ നോക്കുക, 2016 കേസ് ഇതേപോലെ തന്നെയായിരുന്നു. അന്ന് നമ്മൾ ഫേവറിറ്റുകളാണ് എന്നാരും കരുതിയിട്ടുണ്ടായിരുന്നില്ല. അവിടെ നമ്മൾ ഫേവറിറ്റുകൾ ആയിരുന്നില്ല. ഇപ്പം എല്ലാവരും പോർച്ചുഗലിനെ വ്യത്യസ്തമായ രൂപത്തിൽ കാണുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിക്കുന്നത് നമ്മൾ യൂറോ കപ്പിന് പോവേണ്ടത് ആ കിരീടം ചൂടണം എന്നുള്ളൊരു മെന്റാലിറ്റിയോടെ, ആ ഒരു ഗോളിന് വേണ്ടി ഫൈറ്റ് ചെയ്യണം എന്നുള്ള മെന്റാലിറ്റിയോടെയാണ് എന്നാണ് ക്രിസ്ത്യാനോ പറയുന്നത്. ഫേവറിറ്റ്സ് എന്ന രൂപത്തിൽ അദ്ദേഹം ഇപ്പൊ പറയുന്നില്ല, മറിച്ച് വിജയിക്കണമെന്ന വിജയതൃഷ്ണയോടുകൂടി പോവുക. ഫേവറിറ്റ്സ് എന്നുള്ളതിൽ വലിയ പ്രാധാന്യമൊന്നുമില്ല. ഇപ്പൊ എല്ലാവരും പോർച്ചുഗലിനെ ഫേവറിറ്റ്സ് ആയിട്ടൊക്കെ കാണുന്നുണ്ട്. അങ്ങനെയല്ല, വിജയിക്കണമെന്നുള്ള മെന്റാലിറ്റിയോടുകൂടി പോവുക, അവിടെ ഫൈറ്റ് ചെയ്യുക, അതാണ് പ്രധാനപ്പെട്ട കാര്യം എന്ന് ക്രിസ്ത്യാനോ പറയുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.